അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലും ഉള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരൂശലേമിൽ നിന്നും വന്ന പരീശന്മാരും. നോക്കൂ, അവൻ ഒരു ദിവസം ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇവിടെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. കുറച്ചുകൂടി താഴോട്ട് പോകാം. 18-ാമത്തെ വാക്യം. 17-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? അവൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 18-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. അവനെ അകത്തേക്ക് കൊണ്ടുചെന്ന് അവൻ്റെ മുൻപിൽ വയ്പാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവർക്കത് കഴിഞ്ഞില്ല. അപ്പോൾ പുരമേൽ കയറി ഓടുനീക്കി. 19-ാമത്തെ വാക്യം. അവനെ കട്ടിലിൽ അകത്തേക്ക് കൊണ്ടുവന്ന് അവൻ്റെ മുൻപിൽ വയ്ക്കാൻ ശ്രമിച്ചു. ഇതെവിടെയാണ് നടക്കുന്നത്? പത്രോസിൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. യേശു കഫർന്നഹൂമിൽ ഒരു വീട്ടിൽ ആയിരുന്നു എന്നെഴുതിയിരിക്കുന്നു. എന്നാൽ അത് പത്രോസിൻ്റെ വീടാണോ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു കഫർന്നഹൂമിൽ നിവസിച്ചു എന്ന് പറയുമ്പോൾ അത് പത്രോസിൻ്റെ വീട് തന്നെയായിരിക്കണം. കാരണം പത്രോസ് അല്ലാതെ അന്ന് കഫർന്നഹൂമിൽ യേശുവിനെ അത്രയ്ക്ക് സ്നേഹിച്ചവർ ആരും തന്നെ ഇല്ലായിരുന്നു. ബഥാന്യ ഗ്രാമത്തിൽ ചെന്നപ്പോൾ യേശു എവിടെയാണ് പാർത്തത്? മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ. കാരണം അവർ യേശുവിനെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ടാണ്. അവർ അവരുടെ ഗൃഹത്തെ യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തതുകൊണ്ട് ഇവിടെ കഫർന്നഹൂമിൽ യേശുവിനോടൊപ്പം അന്ത്രയാസും പത്രോസുമുണ്ട്. അതുകൊണ്ട് യേശു കഫർന്നഹൂമിലേക്ക് പോകുമ്പോൾ നിശ്ചയമായിട്ടും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഹോളി ലാൻഡിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പത്രോസിൻ്റെ വീട് കാണാൻ കഴിയും. ഇതാ ഈ മുറിയിലാണ് പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നപ്പോൾ യേശു സൗഖ്യം കൊടുത്തതെന്ന് പറഞ്ഞ് കാണിച്ചു തരും. വേദപണ്ഡിതന്മാർ പറയുന്നത് അത് പത്രോസിൻ്റെ ഭവനമായിരുന്നു എന്നാണ്. പത്രോസാണ് തന്നെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചത്. യേശു ആ ഭവനത്തിൽ തന്നെയായിരുന്നു. പ്രിയ സഹോദരീ സഹോദര, ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. യേശു ആ ഭവനത്തിൽ വന്ന സമയത്ത് ആ വീട് മുഴുവനും ജനത്താൽ നിറയപ്പെടാനിടയായി. യേശു കാൽവരി ടെമ്പിൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കാൽവരി ടെമ്പിൾ ജനം കൊണ്ട് തിങ്ങി നിറയപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മുടെ കാൽവരി ടെമ്പിളിലേക്ക് ജനം സമൂഹമായിട്ട് ഒഴുകി വരുന്നത്? പറയുക. കാഴ്ച കാണാനാണോ? ലൈറ്റിങ്ങൾ കാണുന്നതിന് വേണ്ടിയാണോ? അതിനുവേണ്ടി ആരും വരികയില്ല. ഡെക്കറേഷന് വേണ്ടിയല്ല വരുന്നത്. കാൽവരി ടെമ്പിളിലേക്ക് ജനം വരുന്നു എന്ന് പറയുമ്പോൾ ആ കാൽവരി ടെമ്പിൾ ദൈവസാന്നിധ്യത്തിൽ ഉള്ളതുകൊണ്ടാണ്. കാൽവരി ടെമ്പിളിൽ ദൈവമുണ്ട്. അന്ന് പത്രോസിൻ്റെ വീട്ടിൽ യേശു ഉണ്ടായിരുന്നത് കൊണ്ടാണ് വീട് നിറയെ ജനം കടന്നു വന്നത്. ശരി, എവിടെ നിന്നും കടന്നു വന്ന ആളുകളാണ്? യഹൂദ്യാദേശത്തു നിന്നും, ഗലീലിയാദേശത്തു നിന്നും, യെരൂശലേമിൽ നിന്നും, ദൂരദേശത്തു നിന്നും അവിടേക്ക് ജനം കടന്നു വന്നു. എവിടേക്കാണ് കടന്നു വന്നത്? പത്രോസിൻ്റെ വീട്ടിൽ യേശു ഉണ്ടായിരുന്നപ്പോൾ അവിടേക്ക് കടന്നു വന്നു. പ്രിയ സഹോദര സഹോദരി, എന്തുകൊണ്ടാണ് കാൽവരി ടെമ്പിളിലേക്ക് പല ദേശത്തു നിന്നും ആളുകൾ കടന്നു വരുന്നത്? ഹൈദരാബാദ്, സെക്കന്ദരാബാദിലുള്ള ആളുകൾ മാത്രമല്ല, മുംബൈയിൽ നിന്നും നമ്മുടെ കാൽവരി ടെമ്പിൾ ആരാധനയ്ക്ക് വരുന്നവരുണ്ട്. ചെന്നൈയിൽ നിന്നും ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ കാൽവരി ടെമ്പിളിലേക്ക് വരുന്നവരുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കാൽവരി ടെമ്പിൾ വന്ന ദൈവത്തെ ആരാധിക്കാനായി കടന്നു വരുന്ന ആളുകളുണ്ട്. വിശാഖപട്ടണത്തിൽ നിന്നും വരുന്നവരുണ്ട്. അതുപോലെ രാജമണ്ഡലിൽ നിന്നും, അങ്ങനെ ആന്ധ്രാപ്രദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കടന്നു വരുന്നതായ ആളുകളുണ്ട്. കടപ്പയിൽ നിന്ന് വരുന്നവരുണ്ട്. ഓങ്കോളിൽ നിന്ന് വരുന്നവരുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളതായ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കാൽവരി ടെമ്പിളിലേക്ക് കൂട്ടമായിട്ട് ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്. ഞായറാഴ്ച വന്ന് നോക്കുകയാണെങ്കിൽ കാൽവരി ടെമ്പിളിലെ ആലയം തിങ്ങി നിറയുന്നത് കാണാം. അവിടെ ജനം നിറഞ്ഞ് കവിയാനിടയാകുന്നു. കാരണമറിയാമോ? കാൽവരി ടെമ്പിളിൽ വചന സ്വരൂപിയായിരിക്കുന്ന ക്രിസ്തു സഞ്ചരിക്കുന്നു. അതാണ് തെളിവ്. അന്ന് യേശു ഉണ്ടായിരുന്ന ആ ഭവനം ജനങ്ങളെക്കൊണ്ട് നിറയാനിടയായി. അവർ എവിടെ നിന്നെല്ലാം വന്നുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. ഈ സംഭവം മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? യേശു കർത്താവ് ആ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? പറയുക. ഉപദേശിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഞാൻ പറയട്ടെ, യേശു ഈ ലോകത്തിലേക്ക് വന്നത് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് രക്ഷയുടെ സുവിശേഷം ഘോഷിക്കാനാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ സത്യത്തെ പ്രസംഗിക്കാനാണ്. നശിച്ചു പോകുന്ന മനുഷ്യനെ രക്ഷിക്കുന്നതിനു വേണ്ടി യേശു ഈ ലോകത്തിലേക്ക് വന്നു. നശിച്ചു പോകുന്ന ആളുകളെ തിരഞ്ഞ് രക്ഷിപ്പാനായി യേശു ഈ ലോകത്തിലേക്ക്
കടന്നുവന്നു. ഇതാണ് സത്യം, പരമമായ സത്യം. നിങ്ങളുടെ സൗഖ്യത്തിന്റെ വിഷയം, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായ വിഷയം, അതെല്ലാം രണ്ടാമത്തെ കാര്യം. അവയെല്ലാം സെക്കൻഡറി. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റും. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ, സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ കേൾക്കുക, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നതായ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അതുമാത്രമായിരുന്നുവെങ്കിൽ യേശു ഭൂമിയിലേക്ക് സ്വർഗത്തെ വിട്ടിറങ്ങി വരേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുൻപ് തന്നെ പഴയ നിയമത്തിൽ അനേകം പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അനേകരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങളെ പരിഹരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചക ശിഷ്യന്റെ അരികിലേക്ക് വന്നതായ ഒരു സ്ത്രീ എന്താണ് പറഞ്ഞത്? കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവിടെ അത്ഭുതം ചെയ്തു. ഏലിയാവിന് ആഹാരം കൊടുത്തവളായ സാരെഫത്തിലെ വിധവയെ നോക്കുക. അവളുടെ മകൻ മരിച്ചപ്പോൾ ഏലിയാവിൽ കൂടി ദൈവം എന്താണ് ചെയ്തത്? മകനെ ജീവിപ്പിച്ചു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ആഹാരമില്ലാതെ വലഞ്ഞപ്പോൾ മന്ന പൊഴിച്ച് അവർക്ക് ആഹാരം കൊടുത്തു. അവർക്ക് വെള്ളമില്ലാതെ ദാഹിച്ച് വലഞ്ഞ സമയത്ത് പാറയിൽ നിന്നും വെള്ളത്തെ പുറപ്പെടുവിച്ചു. അവർ യാത്ര ചെയ്തപ്പോൾ തടസ്സമായ ചെങ്കടൽ മുൻപിൽ വന്നപ്പോൾ അതിനെ 2 ഭാഗമാക്കി മാറ്റി വഴി തുറന്നുകൊടുത്തു. അതായത് മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് ആരോഗ്യമായിരുന്നുവെങ്കിൽ, മനുഷ്യനാവശ്യം സൗഖ്യമായിരുന്നുവെങ്കിൽ, മനുഷ്യനാവശ്യം സാമ്പത്തികമായിരുന്നുവെങ്കിൽ, മനുഷ്യന് വേണ്ടത് ആഹാരമായിരുന്നുവെങ്കിൽ, ഇവയെല്ലാം തന്നെ യേശുക്രിസ്തു, ആ ദൈവം, അവൻ വരാതെ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. പഴയ നിയമത്തിൽ തന്നോട് പ്രാർത്ഥിച്ച സകല വ്യക്തികളുടെ ആവശ്യങ്ങളെയും ദൈവം തീർത്തുകൊടുത്തു. യേശു എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെയും പറയട്ടെ, നിന്റെ ശരീരത്തിന്റെ രോഗം മാറ്റുവാനോ, കുടുംബത്തിലെ പ്രശ്നം തീർക്കാനോ, ആവശ്യങ്ങൾ നേടിയെടുക്കാനോ യേശു വരേണ്ടതായ കാര്യം ഇല്ല. പിന്നെന്തിനാണ് വന്നത്? നീ നശിച്ചു പോകുന്നതുകൊണ്ട്, നിന്റെ ആത്മാവ് നരകത്തിലേക്ക് പോകാതിരിപ്പാൻ. നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ ആത്മാവിനെ രക്ഷ നേടണമെങ്കിൽ അതിനൊരേ ഒരു മാർഗമേയുള്ളൂ. എന്താണ്? പാപപരിഹാര യാഗമായിട്ട്, പ്രായശ്ചിത്തമായിട്ട്, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നിന്നെ രക്ഷിക്കുവാനായിട്ട് യേശു ഈ ലോകത്തിലേക്ക് വരേണ്ടി വന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ അതിപ്രധാനമായ കാരണം, യഥാർത്ഥ കാരണം, നിന്നെ നിന്റെ ആത്മാവിനെ രക്ഷിക്കാനാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക. അതുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് നീ കടന്നു വരുമ്പോൾ വരേണ്ടതായ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രക്ഷയ്ക്കു വേണ്ടി വരണം. ഏത് ദൈവദാസനാണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷയുടെ പ്രധാന ഉദ്ദേശം നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുന്നതാണ്. സകല ദൈവദാസന്മാർക്കും ദൈവം കൊടുത്ത ഉത്തരവാദിത്തം, യെരൂശലേമിൽ നിങ്ങൾ കാത്തിരിപ്പീൻ, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കും, അവൻ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കാനിടയാകും. നിങ്ങൾ ശക്തി പ്രാപിച്ച ശേഷം, ശക്തി നേടിയതിനു ശേഷം നിങ്ങൾ എൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കും. യെരൂശലേമിലും യഹൂദിയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതായിരുന്നു യേശുക്രിസ്തു പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം, അവൻ്റെ ശക്തിയുടെ പ്രധാന ഉദ്ദേശം, നീ രക്ഷിക്കപ്പെട്ട് ആത്മീയമായ വരങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് ആലയത്തിൽ തന്നെ ഇരിക്കേണ്ടതിനു വേണ്ടിയല്ല, നശിച്ചു പോകുന്ന ആത്മാക്കളെ തിരിഞ്ഞ് രക്ഷിപ്പാനായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് നീ ജീവിക്കാനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകിയിരിക്കുന്നത്. ഈ വാസ്തവം ഗ്രഹിച്ചാൽ എത്ര നല്ലതാണ്. അന്ന് പത്രോസിന്റെ വീട്ടിലേക്ക് യേശുക്രിസ്തു വന്നു. അവൻ വന്നപ്പോൾ ആ വീട് നിറയെ ജനമാണ്, പല ഇടങ്ങളിൽ നിന്നും വന്നവർ. അങ്ങനെ കടന്നു വന്നപ്പോൾ അതേ കഫർനഹൂമിൽ ഒരു മനുഷ്യൻ, പാവം, പക്ഷവാതം പിടിച്ച് കിടപ്പിലായിരുന്നു. യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന അധികാരമുള്ളവനാണ്. ഏതു രോഗത്തെയും അവൻ സൗഖ്യമാക്കും. എന്നാൽ അവിടെ അവൻ ചെയ്യുന്നത് സൗഖ്യത്തിന്റെ പ്രവർത്തികൾ അല്ല. അവിടെ എന്താണ് അവൻ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ എന്തു പറയുന്നു? അവനവിടെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു ആ ഭവനത്തിൽ വന്ന് എന്താണ് ചെയ്തത്? അവൻ വചനം ഉപദേശിച്ചു. അവൻ ഉപദേശിച്ചു, 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 ഉപദേശിച്ചു. ഉപദേശിച്ചതിന്റെ ശേഷമാണ്, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ഉപദേശിച്ചതിന്റെ ശേഷമാണ്, രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ച ശേഷമാണ്, വചനം അറിയിച്ച ശേഷമാണ്, ആത്മസംബന്ധമായ അനേകം വിഷയങ്ങളെ പ്രസംഗിച്ചതിന്റെ ശേഷമാണ് അവിടെയുണ്ടായിരുന്ന ആളുകളുടെ ശാരീരികമായിട്ടുള്ളതായ
രോഗങ്ങളാകട്ടെ ഭൗതികമായ ആവശ്യങ്ങളാകട്ടെ തീർക്കാനായി നോക്കിയത്. ഒന്നാമതായി ആത്മാവിന്റെ രക്ഷ, അതിനുശേഷം ഭൗതികമായ ആവശ്യങ്ങൾ. അവൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട് നിറയെ ജനം, വീടിന്റെ പുറത്തും ജനമായിരുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കാൽവരി ടെമ്പിളിലേക്ക് വരുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് വരുന്നത് പറയുക? ദൈവത്തിന്റെ വചനത്തിനു വേണ്ടിയാണ്. കാൽവരി ടെമ്പിളിൽ ശുദ്ധമായ ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നു. കാൽവരി ടെമ്പിൾ ജീവിതങ്ങളെ മാറ്റിയെടുക്കുന്നതായ വചനമുണ്ട്. കാൽവരി ടെമ്പിൾ കുടുംബങ്ങളെ പണിയുന്നതായ ദൈവവചനമുണ്ട്. കാൽവരി ടെമ്പിളിൽ ഒരു പാപിയായ മനുഷ്യനാണെങ്കിലും എത്രത്തോളം അശുദ്ധിയിൽ ജീവിക്കുന്നതായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ വചനം കേട്ടാൽ ജീവിതങ്ങൾക്ക് മാനസാന്തരമുണ്ടാകും എന്നുള്ള വിശ്വാസം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് കാൽവരി ടെമ്പിളിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ജനം സമൂഹമായി ഒഴുകിക്കൊണ്ട് കടന്നുവരുന്നത്. പ്രിയ സഹോദര സഹോദരി, യേശുവിന്റെ ഉപദേശത്തിൽ ശക്തിയുണ്ട്. അവന്റെ വചനത്തിൽ ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്നതായ മഹത്വമുണ്ട് എന്നറിഞ്ഞ അനേകം ജനങ്ങൾ അവന്റെ അരികിലേക്ക് കടന്നു വന്നതുകൊണ്ടാണല്ലോ യേശുക്രിസ്തുവിനെ പലരും തടഞ്ഞത്. യേശു ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ തടഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അനേകായിരങ്ങൾ അവന്റെ ശുശ്രൂഷയിൽ ആകർഷിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ അവന്റെ ഉപദേശത്തെ തടയുവാനായിട്ട് ഇടയായത്. അവന്റെ ഉപദേശത്തെ തടയാനിടയായത്. ദയവുചെയ്ത് ശ്രദ്ധിക്കുക, എവിടെയാണെങ്കിലും ശരി, ദൈവത്തിന്റെ സാന്നിധ്യത്തോടെ ദൈവത്തിന്റെ ശക്തിയോടെ വചനങ്ങൾ പ്രസംഗിക്കപ്പെടുമ്പോൾ ആ പ്രസംഗം ജനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, ജീവിതങ്ങളെ മാറ്റിയെടുക്കുന്നു. ഈ ലോകത്തിൽ മറ്റൊന്നിനുമില്ലാത്തതായ ആകർഷണീയത ഈ വിശുദ്ധ വേദപുസ്തകത്തിന് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന പുസ്തകമായി ഈ വിശുദ്ധ വേദപുസ്തകം എണ്ണപ്പെടുന്നു, കണക്കാക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ലോകത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം ഏതാണ്? വിശുദ്ധ വേദപുസ്തകമാണ്. അതുപോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കപ്പെടുകയും തകർക്കുകയും ചെയ്യുന്നതായ പുസ്തകം ഏതാണ്? വിശുദ്ധ വേദപുസ്തകമാണ്. എന്തുകൊണ്ടാണ്? ഇത് മനുഷ്യനെ കൂടുതൽ സ്വാധീനിക്കുന്നതുകൊണ്ട് ഇത് കൂടുതൽ വെറുക്കപ്പെടുന്നുമുണ്ട്. ഇന്ന് കാൽവരി ടെമ്പിൾ അനേകം ആളുകളുടെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുന്നത് കൊണ്ട്, സതീഷ് കുമാർ പറയുന്നതായ ദൈവിക സന്ദേശങ്ങൾ അനേകരുടെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുന്നത് കൊണ്ട്, ഒരുപാട് ജനങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് പിശാച് മൗനമായിരിക്കുകയില്ല. അതുകൊണ്ടാണ് പിശാചും പിശാചിന്റെ മനുഷ്യരും എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു, ഇല്ലാത്തതായ വാർത്തകൾ സൃഷ്ടിക്കാനായി ശ്രമിക്കുന്നു, അവർ കെണികളുണ്ടാക്കുന്നു, അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, ആ കാലത്ത് എത്രയോ തടസ്സങ്ങളും അപമാനങ്ങളുമൊക്കെ ജനങ്ങൾ സൃഷ്ടിച്ചിട്ടും യേശുക്രിസ്തു തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ പൂർണ്ണമായി ചെയ്യുന്നതുവരെയും അത് നിർത്തിയില്ല. പൗലോസ് എവിടെ ചെന്ന് വചനം സംസാരിച്ചാലും ജനങ്ങൾ കടന്നുവന്നവന്റെ വചനം കേൾക്കുമ്പോൾ, ആ കാലത്ത് അവിടെയുണ്ടായിരുന്ന പള്ളിയിലെ അധികാരികൾ ആരാണ്? ന്യായപ്രമാണ ഉപദേഷ്ടാക്കന്മാരും പുരോഹിതന്മാരും പൗലോസ് ചെയ്തതായ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തി അതിനെ എതിർത്തു. ദൈവവേല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് പോകാ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് തന്റെ ശുശ്രൂഷ നിർത്തിയില്ല. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവവേല ചെയ്യുന്ന ദൈവദാസനായിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, പല തടസ്സങ്ങളുടെയും ബുദ്ധിമുട്ടിന്റെയും നടുവിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നതുകൊണ്ട് മാത്രം ആ ദൈവദാസൻ ഒരിക്കലും തന്റെ ശുശ്രൂഷയെ നിർത്തിയിട്ട് പോകുവാൻ ഇടയാകില്ല, നിർത്തിവെക്കുവാനിടയാകില്ല. അതുകൊണ്ട് കാൽവരി ടെമ്പിളിലെ ശുശ്രൂഷകൾ, ദൈവം നൽകിയിരിക്കുന്ന ഈ വേല, ഈ ദർശനം കർത്താവിന്റെ വരവ് വരെ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളുമൊക്കെ യഥാർത്ഥമായ ദൈവവേലയിൽ ഉണ്ടാകുന്നതായ സ്വാഭാവിക കാര്യങ്ങൾ. അന്നേശു കർത്താവ് തന്റെ വേല ചെയ്തപ്പോൾ എത്രയോ തടസ്സങ്ങളുണ്ടായി. അവൻ വചന ശുശ്രൂഷ ചെയ്തപ്പോൾ എത്രയോ ആളുകൾ കടന്നു വന്നു അവൻ പറയുന്നത് കേൾക്കാൻ. അങ്ങനെയുള്ള സമയത്ത് അതേ പട്ടണത്തിൽ തന്നെ ഏതോ ഒരു വ്യക്തിയെ പക്ഷവാത രോഗം പിടിച്ച് കിടപ്പിലാകുവാനിടയായി. പ്രിയ സഹോദര സഹോദരി, ദയവുചെയ്ത് ശ്രദ്ധിക്കുക, ജനമെല്ലാം യേശുവിന്റെ അരികിലേക്ക് വന്നിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു വ്യക്തിക്കൊരു ആലോചന ലഭിക്കുകയാണ്. എന്താണെന്നറിയാമോ? യേശുക്രിസ്തു കഫർനഹൂമിലേക്ക് വന്നു. അത്ഭുതം ചെയ്യുന്ന യേശു കർത്താവ് കഫർനഹൂമിലേക്ക് വന്നു. പാവം, ഈ മനുഷ്യൻ കുറെ നാളെ വീണുകിടക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമൊക്കെ ഒരുപാട് ദുഃഖിക്കുന്നു. ഇവനെ ഒരുപക്ഷെ യേശുവിന്റെ അരികിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയാൽ നിശ്ചയമായും സൗഖ്യം ലഭിക്കും. ഇയാൾക്കും ഇയാളിൽ ആശ്രയിച്ച് നിൽക്കുന്നതായ ഭാര്യയ്ക്കും മക്കൾക്കും കഷ്ടതകളൊക്കെ മാറിപ്പോകും. ഇങ്ങനെയുള്ള ഒരു ആലോചന ഒരു വ്യക്തിക്കുണ്ടായി. ആ ഒരു ചിന്ത വന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ മനസ്സ് നല്ലതാകൊണ്ടാണ്.
ശതാധിപൻ ഒരു വാർത്ത കേട്ടു. എന്താണ്? യേശുക്രിസ്തു കഫർനഹൂമിലേക്ക് വന്നു എന്നുള്ളത്. അതറിഞ്ഞപ്പോൾ തന്നെ അയാൾ ഓടി വന്നിട്ട്, യേശുവേ, നീ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണല്ലോ, ആശ്ചര്യകാര്യങ്ങൾ ചെയ്യുന്നവനാണല്ലോ, നീ ആവശ്യങ്ങൾ അറിയുകയാണെങ്കിൽ അതനുസരിച്ച് മറുപടി നൽകുന്ന ദൈവമാകൊണ്ട്, ഇതാ എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ ആപത്തുകൾ, ഇതൊക്കെയാണ് എൻ്റെ കഷ്ടതകൾ, എന്നോട് മനസ്സലിവ് കാട്ടണമേ എന്ന് ചോദിച്ചുകൂടായോ? എന്നാൽ ശതാധിപൻ തന്നെക്കുറിച്ച് ആലോചിക്കുന്നവൻ ആയിരുന്നില്ല. സ്വാർത്ഥതയുള്ളവർ തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കും. സ്വാർത്ഥതയുള്ളവർ തങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. ചിലരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് ദുഃഖം തോന്നാറുണ്ട്. ഏത് സമയത്തും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഇത് തന്നെയാണ് എന്നെ 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 എന്നെ. ഇവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനായിട്ട് ചാൻസില്ല. അവർ അങ്ങനെ തന്നെ കിടക്കാനിടയാകും. പ്രിയ സഹോദര, സഹോദരി, നീ ക്രിസ്തുവിലേക്ക് ആകുമ്പോൾ നിന്നിലെ സ്വാർത്ഥത മാഞ്ഞു പോകുന്നു. ഞാനല്ല കർത്താവേ, എന്നെയല്ല കർത്താവേ എന്നു നീ ചിന്തിക്കാനിടയാകും. ശതാധിപൻ തന്നെക്കുറിച്ചല്ല പറഞ്ഞത്, തൻ്റെ വീട്ടിൽ കിടക്കുന്ന ദാസനെക്കുറിച്ചാണ് പറഞ്ഞത്. അത് കണ്ടിട്ട് യേശു അതിശയിക്കാനിടയായി. സഹോദര, സഹോദരി, സ്വാർത്ഥത നിറഞ്ഞതായ നമ്മുടെ ജീവിതത്തെ ക്രൂശിച്ചുകൊണ്ട് നിസ്വാർത്ഥതയോടെ നമ്മൾ ജീവിക്കുമ്പോൾ നാം മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കും. ഏതോ ഒരു വ്യക്തി, സ്നേഹമുള്ളവൻ, നിസ്വാർത്ഥതയോടെ ചിന്തിക്കുന്നതായ ഒരു മനുഷ്യൻ, എനിക്ക് കൈകാലുകളുണ്ട്, എനിക്കെൻ്റെ കുടുംബത്തെ നോക്കുവാനായിട്ട് കഴിയുന്നുണ്ട്, ഭാര്യയെ മക്കളെ നോക്കാൻ കഴിയുന്നു, എന്നാൽ പാവം അയാൾ വീണുകിടക്കുകയാണ്. സൗഖ്യമാക്കാൻ കഴിയുന്ന യേശുക്രിസ്തു അതാ ആ വീട്ടിലുണ്ട്. ഇവനെ അവിടേക്ക് കൊണ്ടുവന്നാൽ ഇവന് സൗഖ്യം ലഭിക്കും എന്നുള്ളതായ വിശ്വാസമുണ്ട്, ഉള്ളിൽ സ്നേഹമുണ്ട്. എന്നാൽ ഒരുവന് തന്നെ ചുമക്കാൻ കഴിയുമോ? ഒരുവന് തന്നെ ചുമക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ് ചെയ്തത്? മറ്റു 3 പേരോട് അപേക്ഷിച്ചു. എടാ, ഒരു കാര്യമുണ്ട്, അവനെ നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാം. എടാ, എനിക്ക് ഒരുപാട് പണിയുണ്ട്, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരിക്കാം ഒരാൾ. അല്ല, അയാൾ കുറേ നാളായിട്ട് സുഖമില്ലാതെ കിടപ്പിലല്ലേ, എടാ എന്നെ ഉപദ്രവിക്കരുത്, ദയവ് ചെയ്ത് വേറെ ആരെങ്കിലും നോക്ക് എന്ന് പറഞ്ഞ ഒഴിവാക്കിയ ആളുകളും കണ്ടും. പലരുടെയും വീട്ടിൽ ചെന്ന് അവരോടും ഇവരോടുമൊക്കെ അപേക്ഷിച്ച് കാണും. 10 പേരോട് അപേക്ഷിച്ചോ 20 പേരോട് അപേക്ഷിച്ചറിയില്ല. എന്നാൽ ഒരു 3 പേരെ ഒരുക്കിക്കൊണ്ടുവരുവാൻ ഇടയായി. എടാ, ഒരു കാര്യം ഞാൻ പിടിക്കാം, ബാക്കിയുള്ളത് നിങ്ങൾ പിടിക്കുക, നമുക്ക് 4 പേർക്കും ചേർന്ന് ചുമന്നുകൊണ്ട് പോകാം. ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ, പ്രിയ സഹോദര, സഹോദരി, കേൾക്കുന്നുണ്ടോ? നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെടണമെങ്കിൽ, ഭാര്യ രക്ഷിക്കപ്പെടണമെങ്കിൽ, നിന്റെ മക്കൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം നിനക്കൊരു ആത്മഭാരമുണ്ടാകണം. നിന്റെ ഹൃദയത്തിലൊരു ഭാരമുണ്ടാകണം. അയ്യോ, എൻ്റെ ഭർത്താവ് നശിച്ചു പോകുന്നല്ലോ, അയ്യോ എൻ്റെ ഭാര്യ നശിച്ചു പോകുന്നല്ലോ, അയ്യോ എൻ്റെ മക്കൾ നശിച്ചു പോകുന്നല്ലോ എന്നുള്ള ഭാരം നിന്നിലുണ്ടാകണം. ആ വ്യക്തിയിൽ ആ ദുഃഖമുണ്ട്. അതുകൊണ്ട് ആത്മഭാരമുണ്ടായി. അതുകൊണ്ട് ഉത്തരവാദിത്തമുള്ളവനായിട്ട് 4 പേരെ കൂട്ടിയിട്ട്, വരൂ നമുക്ക് പോകാം, ഇയാളെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് 4 പേർ ചേർന്ന് വരികയാണ്. ഈ 4 പേർ ഒരുമിച്ച് വന്നു. ഒന്നാമതായിട്ട് ഒരുമിച്ച് വന്നു, രണ്ടാമതായിട്ട് അവർ ഒരുമിച്ച് ചുമന്നു. ഇടയ്ക്ക് ഒരു വ്യക്തി, എടാ എനിക്ക് കഴിയില്ല, വേറെ ആരെങ്കിലും കൊണ്ടുപോകോ എന്ന് പറഞ്ഞ് മാറിയെന്നെങ്കിൽ എന്താകുമായിരുന്നു? പറയുക, ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് പോകാൻ, ഒരു കട്ടിൽ ചുമന്നുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ ഒരു മരിച്ച വ്യക്തിയെ കൊണ്ടുപോകണമെങ്കിൽ എത്ര പേർ വേണം? എത്രയാണ് പറയുക? 4 പേരെങ്കിലും വേണം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത്, എടാ മോനെ, 4 പേരോടെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഇടപെടുക. എത്ര പേരോടാണ്? 4 പേരോടെങ്കിലും സ്നേഹത്തോടെ ഇടപെടണം. കാരണം നീ മരിച്ചു പോകുമ്പോൾ 4 പേരെ നിനക്ക് ആവശ്യമാണ്. 4 പേരോടെങ്കിലും സ്നേഹത്തോടെ ആയിരിക്കാനായിട്ട് പറയാറുണ്ട്. പ്രിയ സഹോദര, സഹോദരി, 4 പേർ അവരാരാണ്? വലതുവശത്തുള്ളവൻ, ഇടതുവശത്തുള്ളവൻ, മുൻപിലുള്ളവൻ, പിറകിലുള്ളവൻ. അവരോട് സ്നേഹത്തോടായിരിപ്പിൻ. നീ ജോലി ചെയ്യുന്നിടത്ത് നിന്റെ ചുറ്റുപാടുമുള്ള 4 പേരോടെങ്കിലും നന്നായി പെരുമാറുക, സമാധാനത്തോടെ ആയിരിക്കുക. ദൈവവേല ചെയ്യുമ്പോൾ ചുറ്റുപാടുമുള്ള 4 പേരോടെങ്കിലും സ്നേഹത്തോടെ ആയിരിക്കുക. നമ്മുടെ കാൽവെട്ടുമ്പിളിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഫലമായിട്ട് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? സതീഷ് കുമാറിന്റെ പേരല്ല അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ നാമത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. ഞാൻ കാൽവെട്ടുമ്പിളിലേക്ക് പോയി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സഭയിലുള്ള ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം ആർക്കാണ് പോകുന്നത്? പറയുക, ദൈവത്തിനാണ് പോകുന്നത്. കാൽവെട്ടുമ്പോൾ ആരംഭിച്ച അന്നു മുതൽ ഇന്നുവരെയും നമ്മൾ ചെയ്യുന്നതാണ് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമ്പോൾ സതീഷ് കുമാറിന്റെ പേര് ഒരിക്കലും നിങ്ങൾ പറയുകയില്ല, ദൈവത്തിൻ്റെ നാമത്തെയായിരിക്കും മഹത്വപ്പെടുത്തുന്നത്. അതെന്നും എപ്പോഴാണെങ്കിലും ശരി, കാൽവരി ടെമ്പിളിൽ സകല മഹത്വവും പുകഴ്ചയും ആർക്കാണ് വരേണ്ടത്? പറയുക, ആർക്കാണ്? കർത്താവായ യേശുവിന് വരേണം. രോഗമുള്ളതായ ആ കുട്ടിയെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കുമെന്ന വിശ്വാസത്താൽ കാൽവരി ടെമ്പിളിലേക്ക് കൊണ്ടുവന്നു. അന്ന് 4 പേർ ചേർന്നുകൊണ്ട്
രോഗിയെ യേശു ഉണ്ടായിരുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത്ഭുതം നടക്കുമെന്ന വിശ്വാസം ഒന്നാമത്തെ വ്യക്തിക്കുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 3 വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ടതല്ലേ? എങ്ങനെ സംസാരിച്ചു എന്നറിയില്ല. അവരോട് അപേക്ഷിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരുവാനിടയായി. യേശുവിൻ്റെ അരികിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാം, ഇയാൾക്ക് സൗഖ്യം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു. പുരമേൽ കയറി ഓടു നീക്കി അവനെ കിടക്കയോടെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ മനുഷ്യ, യേശു വിളിക്കുകയാണ്. എത്ര നല്ല വാക്കുകളാണ്! വീണുകിടക്കുന്ന മകനെ നോക്കി യേശു വിളിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നീ ആരാണെങ്കിലും ശരി, ഏതവസ്ഥയിൽ കിടക്കുന്നുവെങ്കിലും ശരി, ഏത് പാപത്താൽ വീണു കിടക്കുന്നവനാണെങ്കിലും ശരി, കർത്താവ് പറയുകയാണ്, നീ മറ്റാരുമല്ല, നീ എൻ്റെ മകനാണ്. നീ ആരാണെന്നറിയാമോ? നീ എൻ്റെ മകളാണ്. നീ ഒരിക്കലും വീണുകിടക്കുവാൻ പാടില്ല. നിന്റെ സകല പാപങ്ങളും ഞാൻ ക്ഷമിക്കുകയാണ്. ഒന്നാമതായി അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. പാപങ്ങൾ ക്ഷമിച്ചതിൻ്റെ ശേഷമാണ് അയാളെ നോക്കിയിട്ട് എന്താണ് പറഞ്ഞത്? 11-ാം വാക്യം, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്നു ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സൗഖ്യം പ്രാപിച്ച നീ സഹോദര കേൾക്കുന്നുണ്ടോ? സഹോദരി കേൾക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ മധ്യയിൽ സൗഖ്യം പ്രാപിച്ച ഇങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ കരമുയർത്താമോ? കരമുയർത്താമോ? നിങ്ങൾ എവിടേക്ക് പോകണം? പറയുക. വീട്ടിൽ ചെന്ന് എന്തു ചെയ്യണം? നിന്നെ സൗഖ്യപ്പെടുത്തിയവനായ ദൈവം നിനക്ക് എങ്ങനെ സൗഖ്യം തന്നുവെന്ന് ഭാര്യയെ കാണിച്ചു കൊടുക്കണം, ഭർത്താവിനെ കാണിച്ചു കൊടുക്കണം, നിന്റെ മക്കളെ കാണിക്കുക. നിന്റെ വീടിനെ തന്നെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റുക. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുള്ള കൃപ എനിക്ക് വേണം. എൻ്റെ വീട് ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറണം. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ആ 4 പേരിൽ ഒരുവനാക്കി എന്നെയും മാറ്റണമേ. ആ 4 പേരിൽ ഒരുവൻ ഞാനായിരിക്കണം. ഞാൻ സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, ഞാൻ രക്ഷിക്കപ്പെടുക മാത്രമല്ല, ഞാൻ മാത്രം നിന്റെ രാജ്യത്തിലേക്ക് വരികയല്ല, എന്നോടൊപ്പം മറ്റുള്ള ആളുകളെയും കൂട്ടിക്കൊണ്ടുവരണം. എന്നോടൊപ്പം എൻ്റെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുവരണം. എന്നോടൊപ്പം എൻ്റെ ബന്ധുമിത്രാദികളും കടന്നു വരണം. അവരും രക്ഷിക്കപ്പെടണം. അവർക്കും സൗഖ്യം ലഭിക്കണം. അവരും സകല അശുദ്ധിയിൽ നിന്നുമെല്ലാം വിടുതൽ പ്രാപിച്ചുകൊണ്ട് സുഖത്തോടെ, സന്തോഷത്തോടെ, സൗഖ്യത്തോടെ നിത്യജീവനെ നേടിയെടുത്തുകൊണ്ട് അവർക്കും ജീവിക്കുവാൻ കഴിയണം. അങ്ങനെയുള്ള നിസ്വാർത്ഥമായ ഒരാത്മീയത എനിക്ക് നൽകണമേ. അങ്ങനെയൊരു സ്നേഹമുള്ളതായ കർത്താവേ, നശിച്ചുപോകുന്ന ആത്മാക്കളെക്കുറിച്ച് സ്നേഹമുള്ളവരായി അവർക്കു വേണ്ടി അപേക്ഷിക്കുവാൻ കഴിയുന്ന, അവരെ നിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിയുന്നവരായി ആത്മഭാരമുള്ള വിശുദ്ധിയുള്ള ഒരു ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.